കെമിസ്ട്രി വിഭാഗം പ്രൊഫസറും മുൻ സയൻസ് ഡീനുമായ ഡോക്ടർ പി രവീന്ദ്രനെ കാലിക്കറ്റ് VC നിയമിച്ചു. ഡോക്ടർ MK ജയരാജ് VC സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സർക്കാർ നൽകിയ 3-അംഗ പാനൽ തള്ളിയാണ് ഗവർണർ ജയരാജിനെ നിയമിച്ചത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, ഗവർണറുടെ നേരിട്ടുള്ള നിയമനമാണോ, എങ്ങനെയാണ്? ഡോക്ടർ പി രവീന്ദ്രന് VCയുടെ ചുമതല നൽകിക്കൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നാണ് കാലിക്കറ്റ് സർവകലാശാല VCയുടെ VC-ആയ ഡോക്ടർ MK ജയരാജ് ആ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത്. ഈ വിരമിച്ചതിന്റെ പിന്നാലെയാണ് അടിയന്തരമായി തന്നെ ഗവർണർ പകരം ചുമതല നൽകിയിരിക്കുന്നത്. MG സംസ്കൃതം മലയാളം കണ്ണൂർ സർവകലാശാലയിൽ ഗവർണർ VC-മാരുടെ ചുമതല ഗവർണർ നേരിട്ട് നൽകിയിരുന്നു. എന്നാൽ കാലിക്കറ്റ് സർവകലാശാല VC-യെ നിയമിക്കുന്നതിന് സർക്കാർ 3 പ്രൊഫസർമാരുടെ പാനൽ ഗവർണർക്ക് നൽകിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ പ്രബുദ്മൻ, കേരള സർവകലാശാല ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീന പിള്ള എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പാനലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഗവർണർക്ക് നൽകിയത്. പ്രോ ചാൻസലർ കൂടിയാണ് മന്ത്രി. സർവകലാശാല VC നിയമനങ്ങളിൽ മന്ത്രിയുടെ സർക്കാരിന്റെ ഇടപെടൽ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയുമെല്ലാം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഗവർണർക്ക് മന്ത്രി തന്നെ ഒരു പാനൽ നൽകിയത്. എന്തായാലും സർക്കാർ ഒരു പാനൽ നൽകിയെങ്കിലും VC സ്വന്തം നിലയിൽ ചുമതല നൽകി, VCക്ക് സ്വന്തം നിലയിൽ ചുമതല നൽകി ചാൻസലർ കൂടിയായ ഗവർണർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ശരി, പ്രശാന്ത് വിവരങ്ങൾ നൽകിയത്.